രണ്ട് മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി മുഹമ്മദ് റിനാഷ്, മുരളീധരൻ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. വിവരം UAE അധികൃതർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ആണ് ചേരുന്നത്. ശരത് ലാൽ, എന്താണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ എംബസി പറയുന്നത്? ഇത് ആരൊക്കെയാണ് എന്നുള്ള വിവരം ലഭ്യമാണോ? അതുപോലെ തന്നെ ഇവർ എന്ത് കുറ്റമാണ് ചെയ്തത് എന്നുള്ള കാര്യം, അത്തരം വിവരങ്ങൾ ലഭ്യമാണോ? സ്വാതി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. കാരണം രണ്ട് മലയാളികളെ UAE-യിലെ പരമോന്നത കോടതി വധശിക്ഷയ്ക്ക് വിധിക്കും. അവരെ അൽ ഷിയ ജയിലിൽ വെച്ച് വെടിവെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 28-ാം തീയതിയാണ് ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതുവരെ ഇക്കാര്യം എന്നാണ് നടപ്പിലാക്കിയത് എന്നത് വ്യക്തമല്ല. ഇന്ന് 28-ാം തീയതി ഇവരെ വധശിക്ഷ നടപ്പിലാക്കി എന്ന കാര്യത്തിൽ വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്, അല്ലെ വിവരമാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ഈ എംബസി അറിയിച്ചിരുന്നത് പ്രകാരം ഈ മുരളീധരൻ ഒരു ഇന്ത്യക്കാരനെ തന്നെ വധിച്ചതിന്റെ പേരിലാണ് മുരളീധരനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. മുഹമ്മദിനെ ആവട്ടെ ഒരു UAE പൗരനെ വധിച്ചതിനാണ് വധശിക്ഷയ്ക്ക് വിധേയമായത്. എംബസിയുടെ വ്യക്തമായിട്ട് എംബസി അറിയിച്ചിരിക്കുന്നു. നമ്മളുമായിട്ട് എംബസി ഇന്ത്യൻ വിദേശകാര്യം പറയുന്നത് ഇവർക്ക് എല്ലാ നിയമസഹായങ്ങളും ചെയ്തിരുന്നു, എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ എംബസി ഇടപെട്ട് UAE-യിലെ ഇന്ത്യൻ എംബസി ഇടപെട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ UAE-യുടെ പരമോന്നത കോടതി ഇവരെ ഇക്കാര്യത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. ആ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. 28-ാം തീയതിയാണ് ഈ വധശിക്ഷ നടപ്പിലാക്കിയ കാര്യം ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മുരളീധരന്റെ ഭൗതിക ശരീരം ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള സഹായങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്കിന്ന് അൽ ഷിഫ ജയിലിൽ വെച്ച്, അബുദാബിയിലെ അൽ ഷിഫ ജയിലിൽ വെച്ച് വെടിവെച്ചാണ് ഇവര് രണ്ടുപേരുടെയും വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നത് വിവരമാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി ഇന്ത്യൻ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരിൽ ഒരാൾ മുരളീധരൻ ഇന്ത്യൻ വംശജനെ തന്നെ വധിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് വധശിക്ഷ ലഭിച്ചത്. അതേപോലെ മുഹമ്മദിനാവട്ടെ, അദ്ദേഹം ഒരു UAE പൗരനെ വധിച്ചതിനാണ് വധശിക്ഷ. കഴിഞ്ഞ 4 വർഷം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള വിചാരണ തുടങ്ങിയതെന്നും നമുക്കിപ്പോൾ അനൗദ്യോഗികമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഈ രണ്ടുപേരും മലയാളികളാണ് എന്ന് മാത്രമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇപ്പൊ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇവരുടെ കുടുംബങ്ങൾക്ക്, മുരളീധരന്റെ അടുത്ത കുടുംബങ്ങൾ, മുഹമ്മദ് റിയാസിന്റെ അടുത്ത കുടുംബങ്ങളുമായിട്ടും വധശിക്ഷയ്ക്ക് മുമ്പേ ഈ 15 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെ അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. വെടിവെച്ച് ആണ് വധശിക്ഷ നടപ്പിലാക്കിയത് എന്നാണ് ഇന്ത്യൻ എംബസി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരും. ഏതായാലും ഇതാദ്യമാണ് 2 ഇന്ത്യക്കാരെ അബുദാബി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് സംബന്ധിച്ച ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ നിയമസഹായവും നൽകിയിട്ടുണ്ട്. എന്നാൽ വധശിക്ഷ കഴിഞ്ഞ ശേഷമാണ് ഇത് UAE സർക്കാർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചതെന്ന് എന്നും ഇന്ത്യൻ എംബസി പറയുന്നു. വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം ഫെബ്രുവരി 28-ന് മാത്രമാണ് ഇത് സംബന്ധിച്ച വിവരം ഇന്ത്യൻ എംബസിയെ അറിയിച്ചത്. ഫെബ്രുവരി 28 ഇന്ന് മാർച്ച് 4-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഒരു വിവരം ഇന്ത്യൻ എംബസി പുറത്തുവിടുന്നത് എന്നത് അതിശയോക്തിപരമാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ ഇത് സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ എംബസിയിലും അതുപോലെ ദുബായിലെ അല്ലെങ്കിൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ഇവർക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു, എന്താണ് ഇത് സംബന്ധിച്ച കേസുകൾ, ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് വളരെ 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 ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. 2 മലയാളികളെ അബുദാബി സർക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. അബുദാബിയിലെ പരമോന്നത കോടതിയാണ് ഇവരുടെ ദയാ ഹർജി പോലും തള്ളിക്കളഞ്ഞത്. ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്തകളും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ അവരെ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ള ഇന്ത്യൻ എംബസിയുടെ വാർത്ത മാത്രമാണ് പുറത്തു വരുന്നത്. സ്വാതി. അതെ ശരത് ലാൽ, ഏറെ ഗുരുതരമായ ഗൗരവകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. UAE-യിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. മുഹമ്മദ് റിനാഷ്, മുരളീധരൻ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. വിവരം UAE അധികൃതർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചു. കഴിഞ്ഞ മാസം 28-ാം തീയതി തന്നെ ഈ വിവരം അറിയിച്ചു. ഇപ്പോഴാണ് ഈ വിവരം പുറത്തേക്ക് അറിയുന്നത് എന്നുള്ളത് ഏറെ ഗൗരവകരമായ സംഭവം തന്നെയാണ്.